ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഡിവൈസായ മോട്ടോ എഡ്ജ് 60 Pro 5G ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അടുത്ത് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ ഇറങ്ങി, അത് കഴിഞ്ഞൊരു സ്റ്റൈലസ് ഇറങ്ങി, ഇപ്പോൾ ഇതാ പ്രോ വേർഷൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മോട്ടോ എഡ്ജ് 60 Pro 5G. അപ്പോൾ ഇതിന് നല്ലൊരു പവർ പാക്ഡ് ഹാർഡ്വെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഡിമെൻസിറ്റി 8350 ഒക്ടോകോർ പ്രോസസർ, LPDDR 5X RAM, UFS 4.0, അതിനൊപ്പം തന്നെ ഒരു പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 6000 mAh ബാറ്ററി, 90 watt ചാർജിങ്, എല്ലാം തന്നെ കിടിലാണ്. അപ്പോൾ കണ്ണും പൂട്ടി എടുക്കാവുന്ന ഡിവൈസ് ആണോ എന്ന് വെച്ചാൽ വരട്ടെ, ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് കണ്ണും പൂട്ടി എടുക്കണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ മോട്ടോ എഡ്ജ് 60 Pro 5Gന്റെ അൺബോക്സിംഗിലേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗ് ചെയ്യാൻ, എന്നിട്ട് ഡിസ്പ്ലേ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പെർഫോമൻസിനെ കുറിച്ച് എല്ലാം തന്നെ വിശദമായി പറയാം. അപ്പോൾ ഇതാണ് മോട്ടോന്റെ എഡ്ജ് 60 Proന്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ആ ഒരു കളർ തന്നെയാണ് ബോക്സിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് 256GB വേരിയൻ്റ് ആണ് മോട്ടോ എഡ്ജ് 60 Pro. അതേപോലെ പാൻറ്റോൺ ഷാഡോ എന്ന് പറയുന്ന കളറാണ്. അതാണ് ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ്. വേറെ നമുക്കൊരു ബ്ലൂ ഉണ്ട്, അതേപോലെ ഒരു എന്താ പറയുക, ഒരു പിങ്കിഷ് കളറും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ളത് പാൻറ്റോൺ ഷാഡോ എന്ന് പറയുന്ന കളറാണ്. അഗെയിൻ സാർ വാല്യൂ ഉണ്ട്, 1.08 ഹെഡ്, 1.08 ബോഡിയാണ് വരുന്നത്. ഡിസൈൻ ബൈ മോട്ടോള മൊബിലിറ്റി രീതിയാണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഞാൻ പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം, വേറെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ഒരു ചെറിയ ബോക്സ് കാണാം. ഇതിനകത്ത് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തവണ കേസ് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് മോട്ടോ എഡ്ജ് 60 Pro ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അതില്ലേ ഇത്ര എഴുതിയിട്ടുള്ളൂ, കേസ് ഇല്ല ഇതിനകത്ത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത്. പിന്നെ ഇതാണ് ഡിവൈസ്. സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ്, UV സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സിൻ്റെ ഗ്ലൂവിൻ്റെ പ്രശ്നം എപ്പോഴും മോട്ടോ എംഫസൈസ് ചെയ്യാറില്ല. അപ്പോൾ അത് ഇത്തവണ എഴുതിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 90 watt അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ 90 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അത് നല്ല ഒരു ഫീച്ചർ. ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങും ഉണ്ട് കേട്ടോ. വയർലെസ് ചാർജിങ്ങും ഉണ്ട്, റിവേഴ്സ് ചാർജിങ്ങും ഉണ്ട്, അതേപോലെ PD 3.0 ചാർജിങ് സപ്പോർട്ടും ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു USB Type-C ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മോട്ടോൻ്റെ പാൻറ്റോൺ ഷാഡോ എന്ന് പറയുന്ന കളറ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല ഒരു പാറ്റേൺ, ഒരു ബ്രഷ്ഡ് ഫിനിഷ് കാണാം. അത് ആക്ച്വലി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മോട്ടോൻ്റെ ലോഗോ ഇവിടെ കാണാം. പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സൈഡും കേർവ്ഡ് ആണ് ഫിനിഷ് വരുന്നത്. താഴെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് കാണാം, അതേപോലെ USB Type-C പോർട്ട് കാണാം, സിം ട്രേ കാണാം. പിന്നെ ഇതിനകത്ത് IP റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഡോൾബി ആറ്റ്മോസ് നെതിയാണ് സൗണ്ട് സിസ്റ്റത്തിന്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഇവിടെ നമുക്ക് കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, രണ്ട് സൈഡും കേർവ്ഡ് ആണ്. അപ്പോൾ ഒരു എന്താ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ് നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ്. എല്ലാ മോട്ടോ ഡിവൈസും പോലെ തന്നെ ഇതും നമുക്ക് കിട്ടുന്നത് ഒരു എന്താ പറയുക ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഡിസൈൻ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഡിസ്പ്ലേ ഫ്രണ്ട് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ നല്ല മിനിമൽ ബെസൽസ് ആണ് വരുന്നത്. ഇതൊരു ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. എന്നാൽ കർവേച്ചർ സൈഡിലേക്കാണ് കുറച്ച് കൂടുതൽ, മോൾ ഭാഗത്തേക്ക് കുറച്ച് കുറവാണ്. എന്നാൽ ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്നാണ് മോട്ടോ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കർവ് ഡിസ്പ്ലേ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഏതാണ് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടപ്പെടുന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ചിലർക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവരുണ്ട്, എന്നാൽ ചിലർക്ക് കർവ്ഡ് ആണ് ഇഷ്ടം. ഇതിനകത്ത് 186 grams ആണ് വെയിറ്റ് വരുന്നത്. അതും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. മോട്ടോൻ്റെ എല്ലാ ഡിവൈസും പോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ 8.4 mm ആണ് അറൗണ്ട് തിക്നെസ് വരുന്നത്. അപ്പോൾ അതും എഗെയിൻ നല്ല ഒരു സ്ലിം ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 8.24 ആണ്, 8.4 8.24. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ സൈഡിൽ നമുക്കൊരു AI കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ കുഴപ്പമില്ലാത്ത ഒരു നല്ല മിനിമൽ ബെസൽസ് ആണ്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നത് ഒരു എന്താ പറയുക ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനൊപ്പം തന്നെ ഒരു സൂപ്പർ HD 1220p റെസൊല്യൂഷനാണ് വരുന്നത്. അതായത് 1.5K ഡിസ്പ്ലേ ആണ്, 446 പിക്സൽസ് പെർ ഇഞ്ച് ആണ്. പാൻറ്റോൺ വാലിഡേറ്റഡ് ആണ്. അതിനൊപ്പം തന്നെ HDR10+ സപ്പോർട്ട് ഉണ്ട്, കൊറിയൻ ഗോറില്ല ഗ്ലാസ് 7i സപ്പോർട്ട് ഉണ്ട്, അക്വാ ടച്ചും അവൈലബിൾ ആണ്. പിന്നെ DCI P3 കളർ ഗ്യാമറ്റും സപ്പോർട്ടഡ് ആണ്. ഇത് P OLED ഡിസ്പ്ലേ ആണ്, എല്ലാ തവണത്തെയും പോലെയാണ്. ഹൈ ബ്രൈറ്റ്നസ് മോഡ് 1400
200 നിറ്റ്സ് ആണ്. അതേപോലെ 4500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി PWM ഡിമ്മിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 720 ഹെർട്സ് വരെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, നല്ലൊരു AMOLED അല്ലെങ്കിൽ POLED ഡിസ്പ്ലേ ആണ്. നല്ല ടച്ച് റെസ്പോൺസ് ആണ്. കളേഴ്സ് ആണ് നല്ല വൈബ്രൻ്റ് ആണ്. ഇപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതേപോലെ കൊറിയൻ ഗോറില്ല ഗ്ലാസ് 7A സപ്പോർട്ട് ഉണ്ട്. പിന്നെ IP68ഉം IP69 റേറ്റിംഗും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓവറോൾ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മീഡിയ ഒക്കെ കാണാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കളേഴ്സൊക്കെ വളരെ റിച്ച് ആൻഡ് വൈബ്രൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് അടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ എന്താ പറയുക, മോട്ടോൻ്റെ ഹെലോ മോട്ടോ UI ആണ് വരുന്നത്. അതുണ്ടല്ലേ എബൌട്ട് ഫോണിക്ക് ഹെലോ മോട്ടോ ഉണ്ടല്ലേ, അത് നമുക്ക് കിട്ടുന്നത് 8GB റാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതേപോലെ ഇതിനകത്ത് വരുന്നത് MediaTekൻ്റെ Dimensity 8350 ഒക്ടകോർ പ്രോസസ്സറാണ്. ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സൽ രീതിയാണ്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുക നല്ലൊരു UI ആണ്. മോട്ടോൻ്റെ ഒരുപാട് AI ടൂൾസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. ഒരുപാട് AI ടൂൾസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേഴ്സണലൈസേഷൻ ആണെങ്കിലും അതേപോലെ പ്രോംപ്റ്റ് ബാർ, സ്മാർട്ട് ടാബ്സ്, പ്രിഫറൻസസിലൊക്കെ തന്നെ AIൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെഗുലർ ജെസ്റ്റേഴ്സ് ഉണ്ട്, കസ്റ്റമൈസേഷൻ, പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞിട്ടില്ലേ, ഐക്കൺ ഷേപ്പ്, ഐക്കൺ സൈസ്, കളേഴ്സ്, ഡിസ്പ്ലേ, ഫിംഗർ പ്രിന്റ്, ആനിമേഷൻ, ഡാർക്ക് മോഡ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും തന്നെ കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിളൊക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡൊക്കെ പോലെ തന്നെയാണ് വരുന്നത്. 3 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് വരുന്നത്. പക്ഷേ ഇത്തവണ മാത്രമല്ല, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മോട്ടോ ഒരുപാട് തേർഡ് പാർട്ടി ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതുണ്ടല്ലേ, ഒരു 3-4 ആപ്സുകൾ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബബിൾ ഷോ അങ്ങനത്തെ ആപ്സ് ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലേ കോൾ ആപ്പ്, ബാക്കി എല്ലാ ആപ്സും ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ്. ഈ ഒരു 4 ആപ്പും പ്ലസ് ലിങ്ക്ഡിനുമാണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നത്. അപ്പോൾ പൊതുവേ മോട്ടോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ മോട്ടോ തുടങ്ങി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ബബിൾ നമ്മുടെ സാധാരണ എല്ലാ ഫോണിനെ പോലെ തന്നെ ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡ് ചെയ്യണ ഒരു സിറ്റുവേഷൻ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് UI എക്സ്പീരിയൻസ്. ഓവറോൾ നല്ലതാണ്. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളിൻ്റെ കാര്യത്തിൽ 3 years പറയുമെങ്കിലും മോട്ടോ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് അല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിൾ. അത് ഞാൻ എല്ലാ മോട്ടോ ഡിവൈസിൻ്റെ ഇതിലും പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊരു മനസ്സിൽ വെക്കണം കാരണം മോട്ടോ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് സൈക്കിൾ തരുന്ന ഒരു ഡിവൈസ് അല്ല. പിന്നെ മോട്ടോയിൽ ഇത്തവണത്തെ UI എക്സ്പീരിയൻസിന് കുഴപ്പമില്ലാന്ന് തോന്നി. Edge 60 Fusion 5G എടുത്ത പോലെ ഉള്ള ലാഗ് ഒന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. കാരണം ഇത് LPDDR5X റാം UFS 4.0 ആണ്. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ എനിക്കിവിടെ കാണുന്നില്ല. അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഒരു 4-5 ആപ്സ് പ്രീ ഇൻസ്റ്റാൾ നമുക്കൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് ഓവറോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ Dimensity 8350 ഒക്ടോകോർ പ്രോസസ്സറാണ്. വളരെ നല്ല ഒരു മിഡ് റേഞ്ച് ചിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വളരെ സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. കാരണം പ്രത്യേകിച്ച് ഗെയിമിംഗ് ആണെങ്കിലും റെഗുലർ യൂസേജ് ആണെങ്കിലും എല്ലാത്തിനും തന്നെ വളരെ സോളിഡ് എക്സ്പീരിയൻസ് ആണ്. ഇൻഫാക്ട് ആൻറ്റിറ്റു സ്കോർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 11 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് ആൻറ്റിറ്റു സ്കോർ വരുന്നത്. അറൗണ്ട് 10 to 11 lakh ഒക്കെ കിട്ടും ആൻറ്റിറ്റു സ്കോർ. അപ്പോൾ നല്ലൊരു സ്കോറാണ്. CPU സ്കോർ അത്രയ്ക്ക് പവർഫുൾ അല്ലെങ്കിൽ GPU വളരെ നല്ലതാണ്. അതിനൊപ്പം തന്നെ സ്റ്റോറേജ് ടെസ്റ്റ് ചെയ്തപ്പോഴും നല്ല ഒരു സ്കോർ ആയിട്ട്, കാരണം UFS 4.0 ഉണ്ട്. അതിനൊപ്പം തന്നെ LPDDR5X റാമാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നല്ലൊരു ഹെവി പെർഫോമൻസിന് ഓറിയൻറ്റഡ് ഒരു ചിപ്പാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അതുകൂടാണ്ട് തന്നെ നല്ല എന്താ പറയുക, ഓവറോൾ ഡേ ടു ഡേ യൂസേജ് ഒക്കെ നല്ലതാണ്. ലാഗോ ഇഷ്യൂസോ സ്റ്റാറ്റേഴ്സോ അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഓവറോൾ നല്ല ഒരു UI എക്സ്പീരിയൻസും അതിനൊപ്പം തന്നെ വളരെ നല്ല പെർഫോമൻസുമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. ഇൻഫാക്ട് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, അതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട്, 5G സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ 5G എയർടെലും ജിയോ ടെസ്റ്റ് ചെയ്തായിരുന്നു, അതിലും ഇഷ്യൂസ് ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. മോട്ടോ Edge 60 Pro 5G. നമുക്ക് ക്യാമറയിലോട്ട് കിടക്കാം. ഒരു 50 മെഗാപിക്സൽ ക്യാമറയാണ്. പ്രൈമറി 50, സെക്കൻഡറി അൾട്രാവൈഡ് സോണി ലൈറ്റിയർ സെൻസറാണ് വരുന്നത്. പിന്നെ തേർഡ് ഒരു 10 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്. 3x ഒപ്റ്റിക്കൽ സൂമുകളും 50x വരെ നമുക്ക് സൂം ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ സെൽഫി ക്യാമറയാണ് വീണ്ടും തന്നെ ഒരു 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് റിയർ ക്യാമറയിൽ 4K 30 FPS സപ്പോർട്ടുള്ളൂ. 4K 60 FPS വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ 4K ഉണ്ട്. അഗെയിൻ 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറ UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറെക്കുറെ നല്ല UI എക്സ്പീരിയൻസ് ആണ്. നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ കാണാൻ സാധിക്കും. പോർട്രേറ്റ് മോഡ്, അതേപോലെ എന്താ പറയുക, നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിൽ 4K 30 FPS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഓവറോൾ നല്ല UI എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ UIൻ്റെ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. UI എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല സ്മൂത്തുമായിട്ട് എനിക്ക് തോന്നി. കുഴപ്പങ്ങളൊന്നും തന്നെ
കണ്ടില്ല ക്യാമറ UI. ഇനി ക്യാമറ സാമ്പിൾസും വേണം. ഇതെല്ലാം മോട്ടോ 860 Pro 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. കളേഴ്സ് കുറച്ച് റിച്ചർ ആയിട്ട് എനിക്ക് തോന്നി, എന്നാലും ഞാൻ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ചെയ്തിട്ട് പറയാം. ഓവറോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലൊരു ക്യാമറ, നല്ലൊരു പ്രോപ്പർ ക്യാമറ സെറ്റപ്പാണ്. കാരണം 50 MP ഒരു നല്ല ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഓവറോൾ ക്യാമറ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് എന്താ പറയുക മോട്ടോ 860 Pro 5Gൻ്റെ ക്യാമറ ക്വാളിറ്റി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം, എന്നാലും ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു എന്ന് പറയാം. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററി, 90 watt ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6000 mAh എനിക്ക് തോന്നുന്നു നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 6000 mAh, അതേപോലെ 90 watt അറൗണ്ട് 45-50 മിനിറ്റ്സിനകത്ത് ചാർജ് ചെയ്ത് കിട്ടാം, നമുക്ക് ഫുൾ ചാർജ് ചെയ്തെടുക്കാം. അതും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വയർലെസ് ചാർജർ ഇതിനകത്ത് ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മേടിക്കണം. അതേപോലെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അതിനൊപ്പം തന്നെ USB PD പവർ ഡെലിവറി 3.0 സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെ കംപ്ലൈൻസ് ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഇതായിരുന്നു മോട്ടോ 860 Pro 5Gൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഓവറോൾ നല്ലൊരു ഡിവൈസാണ്, എല്ലാം കൊണ്ടും തന്നെ നല്ല പാക്കേജാണ്. രണ്ട് കാര്യത്തിൽ എനിക്ക് എന്താ പറയുക അത്രയ്ക്ക് ഒരു ഇമ്പ്രസീവ് അല്ല എന്ന് പറയാവുന്നത്. ആദ്യത്തെ കാര്യം സോഫ്റ്റ്വെയർ സൈക്കിള്. ഒന്ന് സോഫ്റ്റ്വെയർ ഇവരെ സോഫ്റ്റ്വെയറിന് ഒരു കുഴപ്പം എന്താ വെച്ചാൽ ചിലപ്പോൾ അപ്ഡേറ്റ്സിലൊക്കെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ക്യാമറയ്ക്ക് ഹെവി ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എഡ്ജ് 60 ഫ്യൂഷനിൽ ഞാൻ കണ്ടതാണ്. ഇതിലുണ്ടെന്നല്ല പറയുന്നത്, വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്ഡേറ്റ് സൈക്കിൾ വെച്ചാൽ അവർ സോഫ്റ്റ്വെയർ മെസ്സപ്പ് ചെയ്യാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക ഫോൺ വാങ്ങാൻ പോകണേനും. അതേപോലെ ഇവർ അപ്ഡേറ്റ് സൈക്കിളും അത്രയ്ക്ക് നല്ലതല്ല. ഇവർ പ്രോമിസ് ചെയ്യാറുണ്ട്, പലപ്പോഴും പ്രോമിസ് ഡെലിവറി ചെയ്യാറില്ല. ഇതിലും 3+4 ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പറയുമെങ്കിലും അതൊക്കെ വളരെ മിനിമലായിട്ടാണ് അവർ കൊടുക്കാറ്. അപ്പോൾ അതും വേറൊരു കാര്യമാണ്. പിന്നെ ഞാൻ മോട്ടോ ഡിവൈസസ് എപ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരേ ഒരു മേജർ ഇഷ്യൂ എന്താ വെച്ചാൽ സർവീസ് മോശമാണ്. നിങ്ങളൊരു ഒരുപാട് പേര് കമൻസ് പറയാറുണ്ട്. ഇൻഫാക്ട് ഒരുപാട് കമൻസ് ഉണ്ട് മോട്ടോൻ്റെ വീഡിയോയിൽ മോട്ടോൻ്റെ സർവീസ് മോശമാണെന്നുള്ളത്. ഇംഗ്ലീഷ് ഞാൻ ചെയ്ത വീഡിയോയിലാണെങ്കിലും മലയാളത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിലാണ്, എല്ലാത്തിലും ഒരേ സ്വരത്തിൽ ആൾക്കാർ പറയുന്ന ഒരു ഇഷ്യൂ മോട്ടോയുടെ സർവീസ് ക്വാളിറ്റി വളരെ മോശമാണെന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഫീഡ്ബാക്ക് അല്ല, നിങ്ങളിൽ തന്ന ഫീഡ്ബാക്ക് ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ മോട്ടോയുടെ സർവീസ് ക്വാളിറ്റി ഇപ്പോഴും പലരും പറയുന്നത് വളരെ മോശമാണെന്നുള്ളതാണ്. അപ്പോൾ വല്ല ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫിക്സിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇതായിരുന്നു മോട്ടോ 860 Pro 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.